ഗസയിൽ നിന്നുള്ള പ്രാരംഭ സൈനിക പിന്മാറ്റ സ്ഥലം ഇസ്രായേൽ അംഗീകരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് ഇക്കാര്യം അംഗീകരിക്കുന്നതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ പ്രാരംഭ ചർച്ചയ്ക്ക് നാളെ ഈജിപ്ത് വേദിയാകും. ഹമാസിന്റെ നിരായുധീകരണം ട്രംപ് പദ്ധതി മുഖേനയോ അല്ലെങ്കിൽ സൈനികമായോ നടപ്പാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെയും 61 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. പി കെ സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, സമാധാനം തൊട്ടരികിലെത്തിയെന്ന് കരുതാമോ? അമൃത, ഇപ്പോൾ ഏറ്റവും പ്രധാനമായി എല്ലാവരുടെയും കണ്ണുകൾ കൈറോയിലേക്ക് നീങ്ങുകയാണ്. കൈറോ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുന്നത്. ഈ ചർച്ചകൾക്ക് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ തുടക്കം കുറിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിനിധികൾ, അതേപോലെ തന്നെ ഹമാസിന്റെ പ്രതിനിധികൾ ഇപ്പോൾ അങ്ങോട്ട് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒരുപക്ഷെ തുർക്കിയുടെയും പ്രതിനിധികൾ, ഇവരാണ് കൈറോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്ക് പോകുന്നത്. ഈ ചർച്ചയിൽ പ്രധാനമായും ട്രംപിന്റെ 20 നിർദ്ദേശങ്ങളിൽ 6 കാര്യത്തിൽ മാത്രമാണ് ഹമാസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങളിൽ ചർച്ചകളാകാം, 14 വിഷയങ്ങളിൽ ചർച്ചകളാകാം എന്ന നിലപാടാണ് ഹമാസിനുള്ളത്. ആ വിഷയങ്ങളിൽ ചർച്ച നടക്കും. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് യുദ്ധാനന്തര ഗസ എങ്ങനെയാവണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച തന്നെയാണ്. അപ്പോൾ ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി വിറ്റ്കോഫ് അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കാളികളാകാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ്. ട്രംപ് പറയുന്നത് ഹമാസ് ഈ ഒരു സീസ് ഫയർ അംഗീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് നമ്മൾ പോകും, അത് ആരംഭിക്കുമെന്നാണ് പറയുന്നത്. വീണ്ടും ഹമാസിന്റെ കോട്ടിലേക്ക് തട്ടുകയാണ് ട്രംപ് ചെയ്യുന്നത്. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പറയുന്നു, യുദ്ധം അവസാനിപ്പിക്കുക, അതേപോലെ തന്നെ ഗസയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറുക. ഇക്കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വെടിനിർത്തലിലേക്ക് പോകാം എന്നാണ് ഹമാസ് പറയുന്നത്. ഇനി നിർണായകമായിട്ടുള്ള ചർച്ചകൾ അത് എത്രത്തോളം നീണ്ടുപോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു വെടിനിർത്തലിന്റെ ഭാവി എന്ന് പറയുന്നത്. ഗസയിൽ കഴിഞ്ഞ ദിവസവും അതിശക്തമായ മാരകമായ ആക്രമണങ്ങളിൽ ഇസ്രായേൽ തുടരുകയാണ്. അത് നിർത്തിവെക്കാനൊന്നും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഗസ സിറ്റി അടക്കം പിടിച്ചെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ശക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും ഇസ്രായേലിനുള്ളിൽ വരെ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബെന്യാമിൻ നെതന്യാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നല്ല അവസരമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുവാനും ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇത് പാഴാക്കരുത് എന്നാവശ്യം ബന്ധുക്കളടക്കം ഇസ്രായേലിൽ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ലോകത്താകെ ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആഞ്ഞടിക്കുന്നുമുണ്ട്. ഈ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദവും ആഭ്യന്തര സമ്മർദ്ദവും നെതന്യാഹുവിന് മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നേടിയിട്ടില്ല. ഇപ്പോൾ ഹമാസിനെ നിരായുധീകരിക്കുക എന്ന് പറയുന്ന ഏറ്റവും ചുരുങ്ങിയ അക്കാര്യമെങ്കിലും നടക്കാതെ ഈ വെടിനിർത്തലിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. അത് ഹമാസ് സ്വമേധയാ ചെയ്തിട്ടില്ലെങ്കിൽ സൈനികമായി ഞങ്ങൾ അത് ചെയ്യും എന്നുവരെ ഭീഷണി മുഴക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. അപ്പോൾ സ്വാഭാവികമായും ഹമാസ് കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. നിരായുധീകരിക്കപ്പെടുക എന്ന കാര്യം നടക്കണമെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് മറ്റൊരു ഭരണക്രമമെങ്കിലും ഉണ്ടാകണം. ഫലസ്തീനികൾക്ക് കൃത്യമായ പ്രാതിനിധ്യമുള്ള ഒരു ഭരണക്രമം ഉണ്ടാകണം. ആ ഭരണ സംവിധാനത്തിന് ഞങ്ങളുടെ ആയുധങ്ങൾ കൈമാറിക്കൊള്ളാം എന്ന ഒരു നിലപാടിലേക്ക് ഹമാസ് എത്തിയേക്കാം. അതേപോലെ തന്നെ ഇസ്രായേലി സേന ഒരിക്കലും ഗസയിൽ ഉണ്ടാവാൻ പാടില്ല. അത് എന്ത് കൺട്രോൾ ലൈൻ വരച്ചാലും ആ ലൈനിനുള്ളിൽ പോലും ഈ IDF സേന ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാടിലേക്കായിരിക്കും ഹമാസ് പോവുക. അതേപോലെ തന്നെ യുദ്ധാനന്തര ഗസ എന്ന് പറയുന്നത് അത് ട്രംപിന്റെ മരുമകൻ ജെയഡ് കൃഷ്ണറുടെയോ ഒരു സുഖവാസ തീരം റിസോർട്ടാക്കി മാറ്റാനുള്ള പദ്ധതി, ആ പദ്ധതിക്കൊന്നും തന്നെ വഴങ്ങരുത്. ഇനി അവിടെ നിന്നിങ്ങോട്ട് ഈ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് ഫലസ്തീൻ ദേശീയതയെ അടിസ്ഥാനമാക്കി അറബ് മുസ്ലിം ലോകത്തിന്റെ ഒരു പിന്തുണയോടുകൂടി മാത്രമേ ഒരു യുദ്ധാനന്തര ഗസ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള നിലപാടുകളാണ് ഏതായിരുന്നാലും ഹമാസ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ആ ചർച്ച എത്രത്തോളം നീണ്ടുപോകും, ആ ചർച്ചയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഫലം എത്രത്തോളമാണ് എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും ഗസയുടെ ഒരു ഭാവി എന്ന് പറയുന്നത്.